വളരെ ഈസി ആയിട്ട് തീ പോലും കത്തിക്കാതെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഇൻസ്റ്റൻറ്റ് ബർഫി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊരു 15 കാഷ്യൂനട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 15 ബദാം പരിപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ഏലക്ക കൂടെ ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. കാഷ്യൂനട്ടും ബദാം പരിപ്പും നമ്മളിതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. റവയുടെ പരുവത്തിലാണ് കേട്ടോ ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അധികം ഒന്നും പൊടിഞ്ഞു പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പരുവത്തിൽ മതിയാവും. ഇനി നമുക്കിതിനെ ഇവിടുന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് റോസ്റ്റഡ് ഗ്രാം, അതായത് ചട്നിക്കടല. നമ്മളുടെ ചട്നിക്കൊക്കെ അരയ്ക്കാകുമ്പോൾ ചേർക്കാറുള്ള കടലയില്ലേ, ആ കടലയാണ് ഇത്. അത് നമുക്ക് 1 കപ്പ് എടുക്കാം. 240 ml അളവുള്ള ഒരു കപ്പാണ്. അതുകൊണ്ട് 1 കപ്പ് ചട്നിക്കടല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല പൗഡർ രൂപത്തിലൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ചട്നി കടല ഇവിടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കടലയായ കാരണം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പൗഡർ രൂപത്തിൽ തന്നെ നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന് പകരം കടലമാവ് എടുത്താലൊന്നും ശരിയാവില്ല കേട്ടോ. അതിനൊരു പച്ച സ്മെല്ലുണ്ടാവും. ഈ ഒരു കടല തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു ബേസനോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രമോ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ആദ്യം ചേർക്കേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ. ഇത്രയും നെയ്യ് മാത്രം മതിയാവും. ഇനി നമ്മളിതിൽ നെയ്യൊന്നും ചേർക്കുന്നില്ല. ഇനി അതിലേക്ക് ഒരു 3/4 കപ്പോളം ശർക്കര പൊടിച്ചത് കൂടി നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരയും നെയ്യും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞ് വന്ന് നെയ്യും ശർക്കരയും കൂടി നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഇതുപോലെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതവിടെ ശർക്കരയും നെയ്യൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച ചട്നിക്കടലിൻ്റെ പൗഡറില്ലേ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ടും ബദാമും പൊടിച്ചത് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആദ്യം സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ശർക്കരയും ഈ പൊടികളും എല്ലാം നന്നായിട്ട് മിക്സായി വരാനായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇതുപോലെ കൈ കൊണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട് നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരും. കണ്ടില്ലേ, ഇതാ ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ശർക്കരയും നെയ്യും നമ്മളുടെ പൊടികളെല്ലാം നല്ലപോലെ പുട്ടിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ചേർക്കേണ്ട കാര്യമില്ല. ആദ്യം നമുക്ക് കുറേശ്ശെ പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നനച്ചെടുക്കാം. ചൂടുള്ള പാൽ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ചൂടാറിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. പാൽ ചൂടോടെ ചേർക്കുകയാണെങ്കിൽ ഈ പൊടിയൊക്കെ വെന്ത് പോവും. ചൂടാറിയ ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളുടെ പൊടി ഇവിടെ ഏകദേശം നന്നായിട്ട് നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പാൽ ഒരിക്കലും ഒന്നിച്ച് ചേർക്കരുത്. കുറേശ്ശെ ഇതുപോലെ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം ഇതിനെ ആക്കിയെടുക്കാനായിട്ട്. ഒരുപാട് പാൽ ചേർത്താൽ അതങ്ങ് കുഴഞ്ഞു പോകും. കുഴഞ്ഞു പോവാതെ ഇതുപോലെ കട്ടയെല്ലാം ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ കിട്ടുന്ന പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതാ നമ്മളൊരു ട്രേ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ഒരു ട്രേ എടുത്തോളൂ. എന്നിട്ട് അതിൽ ഇതുപോലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണേ. ഇനി നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മിശ്രിതമില്ലേ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്നുമില്ല, ഒരു നല്ലൊരു തവി ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
കുറച്ച് കട്ടിക്ക് കിട്ടാനായിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം പ്രസ് ചെയ്യുന്നോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷേപ്പ് കിട്ടും. അതാ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇതാ ഫ്രിഡ്ജിൽ വെച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തുറന്ന് നോക്കാം. നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഇതുപോലെ അങ്ങ് മാറ്റി കൊടുത്ത ശേഷം ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ തീ പോലും കത്തിക്കാതെ വളരെ പെട്ടെന്നൊരു സ്വീറ്റ് തയ്യാറായിട്ടുണ്ട്. ഈ ദീപാവലിക്ക് ഇത്രയും ചീപ്പായിട്ടുള്ളൊരു സ്വീറ്റ് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ തയ്യാറാക്കി കൊടുത്തു നോക്കൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.